മലപ്പുറം ആ സൈഡിലോട്ട് കൂടുതലും ഈ ഒന്നാമത് മുസ്ലിം ഫാമിലീസിലൊക്കെ വരുന്ന പെൺകുട്ടികൾ ആ സമയത്തൊക്കെ കൂടുതലും ഒരു 18-19 വയസ്സിൽ കല്യാണം കഴിപ്പിക്കുക അങ്ങനെ കാണുന്നതാണ്. എല്ലാവരും എന്നല്ല, ഒരു ഭൂരിപക്ഷവും നമ്മൾ അങ്ങനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേസിൽ നിന്ന് തന്റെ കരിയർ ചൂസ് ചെയ്ത് അങ്ങനെ പോവാനായിട്ട് എങ്ങനെയാ ഷിംലയ്ക്ക് പറ്റിയത്? അത് ഈ പറഞ്ഞ പോലെ ആങ്കറിങ് ചെയ്യുന്നതിനോട് വീട്ടിൽ അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് വിചാരിച്ചത് സംസാരിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്, അപ്പോൾ അതിനൊരു ആർട്ടായിട്ട് തന്നെ ഓക്കെ, അതായത് ഭയങ്കര ഇഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷെ നിനക്കത് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോ. ആൻഡ് ദേ ന്യൂ ദറ്റ് ഇറ്റ്സ് എ സേഫ് പ്ലേസ്. ബിക്കോസ് നമ്മളൊരു എന്താ പറയുക, ഒരു ഓഫീസിലാണ് പോണത്, അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യണേ. അല്ലാണ്ട് നമ്മൾ പോവുകയാണെങ്കിലും നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ പോകണേ. നമ്മളിപ്പോൾ രാവിലെ പോകുന്ന സമയത്താണെങ്കിലും ആ ആൾക്കാർ എല്ലാം എന്താ പറയുക, റെക്കോർഡഡ് ആണ്, ഒരു ഫ്രീ സ്പേസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ. പിന്നെ ഞാൻ ചെന്നൈയിലൊക്കെ പോയപ്പോൾ തൊട്ട്, ഞാൻ പഠിക്കാൻ പോയപ്പോൾ തൊട്ട് അത്യാവശ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നും അവർ ഇപ്പോൾ സംസാരിക്കുമ്പോഴും പറയുന്നത് തന്നെ ചെന്നൈയിൽ വിട്ടതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. ബിക്കോസ് ആ ഒരു ഇൻഡിപെൻഡൻസ് വന്നു എന്നുള്ളത് കൊണ്ട്, മേ ബി ലൈഫ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്തതുകൊണ്ട് എനിക്കിങ്ങനെ എൻ്റെ ശരികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്തപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എന്താ, ഒരു റിലീജിയസ് സ്പേസിലൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല. എനിക്കും അങ്ങനെ ഇത് ഹിന്ദുവാണ് അല്ലെങ്കിൽ ഇതാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അനിയൻ വന്നിട്ട് ആരോ ഒരാൾ ഇങ്ങനെ കുറി തൊട്ടപ്പോൾ അവർ ഹിന്ദു ആണല്ലോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്, ഐ മീൻ ലൈക്ക് വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? എല്ലാവരും മനുഷ്യന്മാരാണ്. എൻ്റെ വീട്ടിലുണ്ടല്ലോ നൂർജാൻ, എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കും. അപ്പോൾ എല്ലാ ദിവസവും അത് കഴിക്കാൻ വരുന്നത് ഒന്ന് നാസർ കാക്കയും അതിൻ്റെ കൂടെ തന്നെ രമേശ് ചേട്ടനുമാണ്. ഇപ്പോഴും ഉണ്ട് കേട്ടോ അവരൊക്കെ. എല്ലാ സൺഡേയും മിക്കവാറും രാവിലെകളിൽ അവർ വരുമായിരുന്നു. അതേപോലെ മധു അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വരും. അപ്പോൾ പ്രസാദം ഉണ്ടാവും കയ്യിൽ, ചിലപ്പം നമുക്ക് കഴിക്കാനുള്ള പോലത്തെ മറ്റാവലും അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുറി തൊടുന്ന സാധനം. അപ്പം ഞാനതെടുത്ത് തൊഴാറുണ്ട്. അപ്പം ആ സമയത്തൊന്നും എൻ്റെ വീട്ടിൽ അങ്ങനെ വേറെ റിലീജിയനാണ് അങ്ങനത്തെ ഒരു സാധനമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരാളെ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു, എന്തുകൊണ്ടാണ് അതൊരു പ്രശ്നമായത്. കാരണം എൻ്റെ അടുത്ത് അങ്ങനെ എന്നോട് അങ്ങനെ വേറെ ഇപ്പം ഇത് തെറ്റാണ് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായി. ഞാൻ അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും റീസൺ നിങ്ങളുടെ അടുത്തുണ്ടോ ദാറ്റ് യുനോ ഇത് പറ്റില്ല എന്നുള്ള റിലീജിയൻ അല്ലാണ്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഞാൻ പറയണത്, ഇപ്പം നമ്മൾ ചൂസ് ചെയ്ത വ്യക്തി ശരിയാവണം എന്നില്ല. ഐ വുഡൻ സേ ദാറ്റ് ഐ ഹവ് ചൂസൺ ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്, അതൊന്നുമല്ല ഞാൻ പറയണേ. പക്ഷേ ആ ഒരു ചോയ്സ് എനിക്ക് തന്നത് എൻ്റെ പാരൻസ് തന്നെയാണ്. അതായത് പഠിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പഠിച്ചത്. ഞാൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തതാണ്. അപ്പം എനിക്ക് സ്വാതന്ത്ര്യം തന്നത് അവരാ. അത് തരേണ്ട സാധനമാണോ എന്ന് ചോദിച്ചാൽ അത് തന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ഇത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ഇവിടെ, എനിക്ക് ഇത്രയും. അപ്പം ഞാൻ പിന്നെ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരെന്ത് പറയുമ്പോൾ അതിൻ്റെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത് റിലീജിയൻ ആണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. ഞാൻ മദ്രസയിൽ പോയിട്ടുള്ള ആളാണ് 7ാം ക്ലാസ് വരെ. എനിക്ക് തോന്നുന്നു ഞാനേതോ പൊതുപരീക്ഷയിൽ റാങ്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഐ വുഡൻറ്റ് റെക്കമെൻഡ് ഒരു ചൈൽഡിന് റിലീജിയസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 18 വയസ്സൊക്കെ ആയിട്ട് വാണ്ട് ടു ലേൺ അബൌട്ട് എ റിലീജിയൻ, അവരത് പഠിച്ച് അവർക്കപ്പോൾ ഏതെങ്കിലും റിലീജിയൻ ഇത് കൊള്ളാലോ എന്ന് തോന്നുവാണ്, അല്ലെങ്കിൽ ഇതൊന്നും കൊള്ളില്ല എന്ന് തോന്നുകയാണ്. അങ്ങനെയുള്ള ഇപ്പം ഞാനൊരു മുസ്ലിം ആയത്, ഞാനൊരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട്, ഒരു മുസ്ലിം ആയിട്ടുള്ള അച്ഛനും അമ്മയും ആയതുകൊണ്ടാണ്. അപ്പം എൻ്റെ മകനൊരു റിലീജിയൻ ഇല്ല. അത് ഞങ്ങൾ രണ്ടുപേരും 2 മതം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടുമാണ്. ഞാൻ അവന് റിലീജിയസ്ലി ഉള്ള കാര്യങ്ങളൊന്നും അവന് ഒരുപാട് ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കാറില്ല. ഞാൻ കഥകൾ പോലെ ചിലപ്പോൾ പറയും, ഇങ്ങനെയുണ്ട്. കഴിഞ്ഞ ദിവസം ഹോട്ട്സ്റ്റാറിൽ ഞാൻ മഹാഭാരതത്തിൻ്റെ AI ഉണ്ടല്ലോ, അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇരുന്നിട്ട് പറഞ്ഞു, വീറിനിങ്ങനെ AI ഒക്കെ അവർക്ക് അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ. അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, വീർ ഇത് ഫുൾ AI ആണ് അറിയോ, ഇത് ഫുൾ AI ക്രിയേറ്റഡ് ആണ് അറിയോ. അപ്പം ചോദിച്ചാൽ മഹാരാഷ്ട്ര അല്ലേ. വീർ മഹാരാഷ്ട്ര അല്ല, മഹാഭാരതമാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിട്ടാണ് മോന് കണക്ഷൻ ഉള്ളൂ. എൻ്റെ ഫാമിലി ആയിട്ടൊരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ ഇപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവൻ ദുസ്വപ്നം കാണാതിരിക്കാനൊക്കെ എന്തോ ചൊല്ലുന്നൊക്കെ ഞാൻ കേൾക്കലുണ്ട്. അത് അമ്മ ഇങ്ങനെ പറയും, ഇങ്ങനെ പേടിയാണ് ഇങ്ങനെ. അപ്പോൾ അതിനൊന്നും ഞാൻ എതിരുമല്ല കേട്ടോ. ഞാൻ പറയുന്ന ഒരു റിലീജിയസ് കാര്യങ്ങൾക്കും ഞാൻ എതിരല്ല. അതേ സമയത്ത് ഞാൻ വിചാരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവരെന്ത് ജോലി ചെയ്യണമെന്നും അവരുടെ ലൈഫ് പാർട്ട്ണർ ആരായിരിക്കണം എന്നും ചൂസ് ചെയ്യാനുള്ള
ഫ്രീഡം കൊടുക്കണം എന്നാ. ചിലപ്പോൾ അവർക്ക് തെറ്റ് പറ്റുമായിരിക്കും. അതിപ്പം നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്താലും തെറ്റാവാം അല്ലേ? നമ്മള് ന്യൂസസ് കാണുന്നതാണല്ലോ. നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്ത ഒരാളും തെറ്റാവാം. തെറ്റ് സംഭവിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. തെറ്റ് പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ താഴെ വീഴോ ചെയ്താൽ എഴുന്നേറ്റ് നിൽക്കാൻ പഠിപ്പിച്ചാൽ മതി. അത് മാത്രമാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കുട്ടികളെ നമ്മളാണെങ്കിലും പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ചോദിച്ചു വന്നത് എങ്ങനെയാണ് അതുപോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ എൻ്റെ ഫ്രീഡം ചൂസ് ചെയ്തു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ. ബിക്കോസ് എനിക്ക് എല്ലാത്തിനും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പൊതുവെ അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതായത് എല്ലാ കാര്യത്തിനും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഓക്കെ ഇതാണ് എനിക്ക് വേണ്ടത്, ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴും എന്നോട് പാരൻസ് ചോദിക്കും കേട്ടോ. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് സൈക്കോളജിയിലാണ്. എനിക്ക് ആ ഫീൽഡ് ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ അതിൽ വെൻ്റ് ഔട്ട് സെഷൻസും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നോട് ഇപ്പോഴും ഇടയ്ക്ക് കസിൻസൊക്കെ വിളിക്കുമ്പോൾ എന്നോട് ഏറ്റവും ദേഷ്യം നീ പഠിച്ചത് കണ്ടിന്യൂ ചെയ്തില്ല എന്നുള്ളതാണ്, അതിൽ വർക്ക് ചെയ്തുകൊണ്ട് പോയില്ല എന്നുള്ളത്. അത് പലപ്പോഴും എൻ്റെ സമയം, പിന്നെ നമ്മുടെ ഷെഡ്യൂൾസ്, മോന് അപ്പോൾ അവന് കൊടുക്കേണ്ട സമയം, അങ്ങനെയൊക്കെ കൂടി ആയിട്ടാണ് കുറച്ച് ഡിലേ ആയത്. ബട്ട് സ്റ്റിൽ പിന്നെ ഞാനായിട്ട് ചൂസ് ചെയ്ത അതിപ്പോൾ ഞാൻ ആർക്കും ഞാൻ ആ ഫ്രീഡം കൊടുക്കാറുമില്ല. അതായത് ഞാൻ ചെയ്യുന്ന ആർട്ടിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാൻ ഞാൻ ആരെയും സമ്മതിക്കാം. യു ആർ ഹാപ്പി, റൈറ്റ് അല്ലേ? അതാണല്ലോ ഇമ്പോർട്ടൻറ്റ് അല്ലേ? അതിനാണല്ലോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊഫഷനിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലിനേക്കാളും കൂടുതൽ ജഡ്ജ്മെൻറ്റ്സ് വരുന്നത് നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പോലും ചില നാടുകളിലൊക്കെ നമ്മളിപ്പോൾ ഒരു മീഡിയയിലൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര അലിഗേഷൻസ് ഒക്കെ ആയിരിക്കും നമ്മളുടെ എതിരായിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ഒരു മലപ്പുറത്തു നിന്ന് ഇവിടെ കൊച്ചിയിലൊക്കെ ആയിരിക്കുമല്ലോ ഷൂട്ട്, ഇവിടെ വരുന്നു അല്ലെങ്കിൽ ചെന്നൈ പോയി പഠിക്കുന്നു. സൊസൈറ്റിയിൽ നിന്നുള്ളൊരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഉള്ളതിനെക്കാട്ടിലും പ്രശ്നം ബാക്കി ഫാമിലി മെമ്പേഴ്സിനാണ്, എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സിനാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? പക്ഷേ ഞാൻ അപ്പോഴും അവരെ കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്യില്ല. ഞാൻ ഉമ്മ എന്താണ് മനസ്സിലാക്കാത്തത്, അത് അവരെ സംബന്ധിച്ച് അത് വേറൊരു വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഉപ്പയമ്മയും സഫർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചോളൂ. അതായത് ഞാൻ എന്നെ അകത്തി നിർത്തിയതുകൊണ്ട് എന്തായാലും വിഷമമുണ്ടാവും. അവരുടെ കുട്ടിയാണല്ലോ ഞാൻ. ആ വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമം ഒരിക്കലും എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പറിന് മനസ്സിലാവില്ല. അത് നമ്മൾ പറയില്ലേ, നമ്മൾ അനുഭവിക്കാത്ത ജീവിതമൊക്കെ നമുക്കൊരു കഥ പോലെ. അപ്പോൾ അവർക്കത് അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട്. ആസ് എൻ എന്താണ് എൻ്റെ ഫാമിലിക്ക് അത് മനസ്സിലാവാത്തത്. ഇപ്പം ഞാൻ എല്ലാ സമയത്തും പറയാം, എൻ്റെ മോനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് മാറ്റി നിർത്താൻ ഞാൻ റെഡിയല്ല. എൻ്റെ മദർ ഇൻസ്റ്റിങ്ക്റ്റ് അതിന് സമ്മതിക്കില്ല. ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞിനെ മാറ്റി നിർത്താൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ്, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വെറുതെ ഉള്ള ഭാര്യയിലാണെന്ന് തോന്നുന്നു ഒരു ഹോർഡിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനാണ് ഒരു സാരി ഉടുത്തിട്ട് പൊട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു. വേറെയും 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു പല സാധനങ്ങളായതുകൊണ്ട് നമ്മളൊരു ഹോർഡിങ്ങിന് വേണ്ടി അപ്പോൾ നമ്മൾ ചെല്ലുന്നു. നമുക്കൊരു കോസ്റ്റ്യൂം അവരെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കോസ്റ്റ്യൂം വളരെ പ്രൊഫഷണലായിട്ട് നമ്മൾ കോസ്റ്റ്യൂം ഇട്ട് ഇതൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇത് എയർപോർട്ടിൻ്റെ അവിടെ ഒരു വലിയ ഹോർഡിങ് വന്നു അന്ന്. നമ്മുടെ അവിടുന്ന് കാലിക്കറ്റ് പോകുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ പോകാൻ വരികയൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഒരു ദിവസം അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ വന്നിട്ട് അപ്പോഴത്തെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് ഇത് മനോരമയുടെ അജണ്ടയാണ്. ഒരു മുസ്ലിം കുട്ടീനെ അവർ പൊട്ട് തൊട്ട് നിർത്തിയത്. അവർക്കൊരു ക്രിസ്ത്യൻ കുട്ടീനെ ഒരു ഹിന്ദു കുട്ടീനെയൊക്കെ പൊട്ട് തൊട്ട് നിർത്തായിരുന്നു. പക്ഷെ അപ്പം മനോരമ അവിടെ ടാലന്റ് അല്ലേ നോക്കുന്നത്. ഞാൻ ആ സമയത്ത് അപ്പം ഞാൻ പറയണേ, ഇത് ഇങ്ങനത്തെ മനുഷ്യരോട് നമ്മൾ കോൺവെർസേഷൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇൻജെക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നവർ നമുക്ക് ഇതുവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ കാര്യമില്ല. ആ സമയത്ത് എനിക്ക് അതറിയില്ലായിരുന്നു ഞാൻ ഇയാളത് എന്താ പറയുന്നത്. ബിക്കോസ് ഐ വാസ് ടു യങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്. ഐ വാസ് ലൈക്ക് എന്ത് നോൺസെൻസ് ആണ് ഇയാൾ എന്ത് നോൺസെൻസ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഉപ്പത് കേട്ടിട്ട് ഉപ്പ അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. എൻ്റെ ഉപ്പ ഭയങ്കര കൂള് മനുഷ്യനാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ചേർന്ന് ഉപ്പനെ ഒരു പൊസിഷനിൽ ഇരുത്തിയ ഒരു പൊസിഷനിൽ വെച്ചിട്ട് പുള്ളിയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാമിലി മെമ്പേഴ്സ് ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മൾ പറയല്ലോ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ലെങ്കിൽ കോൺവെർസേഷൻ ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലത്.